സിറ്റുവേഷൻ അല്ലേ നിങ്ങൾ പറ. നമ്മൾ തുടങ്ങിയ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ ഷേക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയാൽ നമ്മൾ തുടങ്ങിയ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേക്കട്ടെ. നമ്മൾ തുടങ്ങിയ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ് ഷോപ്പിൽ പോയപ്പോ അവിടെ കണ്ണാപ്പി അതേമാതിരി ഒരു ടീം വന്നു പോലും വണ്ടി എടുക്കാന്. അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയി. അല്ല എന്താണ് ഞാൻ അല്ല അല്ല ആ സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ വാറ് കഴിഞ്ഞ് വരുമ്പം ഇതേപോലെ ഇക്രു അവിടുന്ന് പോരുന്ന സമയത്ത് ഇക്രുവിന്റെ വണ്ടി കണ്ണാപ്പിന്റെ വണ്ടി ഒന്ന് തട്ടി പോലും. അപ്പൊ കണ്ണാപ്പി മരിച്ചു. കണ്ണാപ്പി ഡൗൺ ആയപ്പോ കണ്ണാപ്പിന്റെ അടുത്ത് സോറി പറഞ്ഞില്ല എന്നാണ്. കണ്ണാപ്പിയുടെ സോറി പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ബാക്കിയുള്ള അവിടെ നിന്ന് രണ്ടാൾക്കാരോട് സോറി പറഞ്ഞിരുന്നു. അവരും പറഞ്ഞത് കാരണം ഏബലും മോബിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. അവരും സോറി പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. റേഡിയോയിലുണ്ടല്ലോ അവരോടൊന്നും ചോദിച്ചത്. ഇല്ല ഇക്രു സോറി പറഞ്ഞല്ലടാ. ഞാൻ അപ്പോഴേ പറഞ്ഞു ബ്രോ ഓക്കെ അറിയ ഇടിച്ചു പറഞ്ഞു. അപ്പൊ തുടങ്ങിയ കൊണയാണ് എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു തീർന്നതിന് മുന്നേ എന്റെ അടുത്ത് അവിടെ വെച്ച് എന്റെ അടുത്ത് ഇവന്മാര് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ സിറ്റുവേഷൻ ഉണ്ടായിരുന്നേ. എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടിച്ചിട്ട് സോറി ഒന്നും പറഞ്ഞിട്ടില്ല, പോയിട്ടില്ല. അത് സംസാരിച്ച് സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരെ കാണാൻ വേണ്ടി അവിടെ പോയത്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ സോറി ഓൾറെഡി പറഞ്ഞു, വീണ്ടും നമ്മൾ വരേണ്ട ആവശ്യം എന്തിനാണ് സോറി ആക്കാൻ വേണ്ടിയിട്ട്? മനസ്സിലായി? നിങ്ങൾ ഒന്നും മിണ്ടാതെ പോയോണ്ടാണ് നമ്മൾ പറയാൻ വന്നത്, അല്ലാണ്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ല. എനിക്ക് ഡൗട്ട് ഒക്കെ ഞാൻ ഡ്രസ്സ് മാറി ഇതൊക്കെ മാറിയാണ് ഞാൻ ആ ഡ്രസ് ഷോപ്പിൽ വന്നത്. അപ്പൊ ഈ MRSയുടെ പൊതുസ്ഥലത്തൊക്കെയോ ഈ ഡ്രസ് ഷോപ്പ് നമുക്ക് വരാൻ പറ്റത്തില്ലേ? നമുക്ക് ട്രിപ്പിൾസ് അടിച്ചൊരു ബൈക്കല്ലേ. പിന്നെ അത് ഞാൻ അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഏടാ ശേഖേ ഞാനതെങ്ങനെ മനസ്സിലായി? ഞാൻ എന്റെ അവിടെ മിണ്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞാൻ അവിടെ വണ്ടി ഒന്ന് നിർത്തിയല്ലേ ഉള്ളു. നിനക്ക് ഞാൻ അതെങ്ങനെ മനസ്സിലായടാ? ഈ പറഞ്ഞിട്ട് ഉത്തരം എന്താടാ? നീ ഉത്തരം എന്താടാ? അല്ല വാസു ബ്രോ, ഒരു സിറ്റുവേഷൻ ഇതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ പഠിച്ചിട്ടല്ലോ നീ വാർ നോക്കിട്ടല്ലേ? ഇതേപോലെ നമ്മളെ പപ്പടം ഇതേപോലെ TJ ആയിട്ട് എന്തോ ഒരു സിറ്റുവേഷൻ എന്തോ ആയിരുന്നു പോലും. അപ്പം ഇതേപോലെ മോബിന്റെ ബൈക്കാണെന്നുള്ളത് അവൻ അറിഞ്ഞില്ല. ആ ബൈക്കുമ്പോ കയറി. അപ്പം മോബി ഒന്ന് അടിച്ചു. അല്ല പിന്നെ എന്തിനാണ് ഈ ഒരു മിനിറ്റ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തത് മോബിയിലാണെങ്കിൽ പിന്നെ ഇത്രയും നേരം ഈ കണ്ണാപ്പിയുടെയും വണ്ടി ഇടിച്ച കാര്യമൊക്കെ എന്തിനാണ് പറയുന്നത്? ആ കണ്ണാപ്പിന്റെ വണ്ടി ഇടിച്ച കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ ഇക്രൂന്റെ വണ്ടി അറിയാതെ കിട്ടിയതിന് അവിടുന്ന് ഞാൻ പറഞ്ഞോട്ടെ. കണ്ണാപ്പി അവിടെ ഡെഡായി കിടക്കും, ആരും ചോദിച്ചില്ല. അവിടെ ഏബലാണ് ചോദിച്ചത്. ഏബൽ ചോദിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, എന്താണ് സുഖം ബ്രോ, അവനൊന്ന് അറ്റ്ലീസ്റ്റ് എണ്ണിക്കുന്നവരെ വെയിറ്റ് എന്ന് പറഞ്ഞു വന്നു. അവർ നിന്നില്ല. എന്നിട്ട് ഏബൽ അന്നേരത്തേക്ക് പോവാന്ന് പറഞ്ഞപ്പോഴാണ് ഏബിൾ കുഴച്ചത്. അതൊന്നും അല്ല സിറ്റുവേഷൻ എടുക്കാനുള്ള കാരണം. ഞാൻ പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് സിറ്റുവേഷൻ കേട്ടിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞുതരാം സിറ്റുവേഷൻ എന്താണെന്ന്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പറയണതുപോലെ ഇവ കണ്ണാപ്പി സോറി എന്താന്ന് വെച്ചാൽ സോറി പറയണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് അവിടെ പപ്പടം ബോധമില്ലാതെ അവിടെ വന്ന് നിന്നിട്ട് അവൻ TJ ആണെന്ന് വിചാരിച്ച് നമ്മുടെ കൂട്ടത്തിലെ മോബിയുടെ അടുത്ത് വന്നിട്ട് അവിടെ സംസാരിച്ചോണ്ടിരുന്നു. ആൻഡ് ഈ പപ്പടം എന്തിനാണ് TJ ആയിട്ട് സിറ്റുവേഷൻ എടുക്കണമെന്ന് പോലും അറിയാമല്ലോ. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുവാണ്, പപ്പടം വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാതെ വള്ളി പിടിക്കാൻ വേണ്ടി ഗറാജിൽ വന്നതാണ്. ഗറാജിൽ വന്നിട്ട് TJ ആണെന്ന് വിചാരിച്ച് TVയുടെ മണ്ടക്കോട്ട് ചെയ്തിട്ട് TVയിൽ ഒരു പയ്യൻ്റെ അടുത്ത് തന്തയില്ലാത്തരം കാണിക്കരുതെന്ന് പറഞ്ഞു. മനസ്സിലായ? ഇത് വേറെ ഒരു രീതിയിലുള്ള കൺവേർഷൻ ഒന്നും അല്ല. എന്റെ അടുത്ത് വന്ന് സമ്മതിച്ച കാര്യം തന്നെ ഞാൻ ഇത് പറയുന്നത്. എന്റെ അടുത്ത് പപ്പടവും ഫ്ലഫിയും വന്ന് സമ്മതിച്ച കാര്യമാണ് അങ്ങോട്ട് പറയുന്നത്. അപ്പൊ അത് കേട്ടാൽ മതി. അപ്പൊ അവൻ വന്നിട്ട് നേരെ എന്റെ അടുത്ത് ഇതുപോലെ വന്ന് പറഞ്ഞു, ഇതായിരുന്നു സംഭവം എന്ന് പറഞ്ഞിട്ട് TJ ആണെന്ന് വിചാരിച്ചാണെന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തില് 2 പേര് ഗ്യാങ്സ് ഇട്ട് അവിടെ നിൽക്കുക. അതിന്റെ കൂട്ടത്തിലാണ് മോബി നിൽക്കുന്നത്. മോബിയുടെ അടുത്ത് തന്തയില്ലാത്തതെന്ന് പറഞ്ഞാൽ ഇനി ഏതവൻ പറഞ്ഞാലും തന്തയില്ലായ്മ കാണിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയണത് പോലെ അതാണ് സിറ്റുവേഷന്റെ സ്റ്റാർട്ടിങ്. അന്നാണ് അത് ചോദിക്കാൻ വന്നപ്പോഴാണ് അവിടെയാണ് ട്രിഗറായ അടി കിട്ടുന്നത്. അവിടെ അടി പൊട്ടിയിട്ടാണ് അവിടെ പപ്പടമാണ് ഗണ്ണട്ട് വെച്ച് അടിക്കുന്നത്.
പപ്പടമാണ് കണ്ണെടുത്ത് വെച്ച് അടിക്കുന്നത്. ഇതാണ് സിറ്റുവേഷൻ. ഇതിന്റെ അപ്പുറത്ത് കൺവേർട്ട് ചെയ്ത് മറ്റേ ഡ്രസ് ഷോപ്പിൽ നിന്ന് ഇടിച്ച് ഞങ്ങൾ കാർ വരുന്ന വഴിക്ക് മറ്റേ ചായ കുടിക്കാൻ കയറി, പപ്സ് തിന്നാൻ കയറി. ഇതൊന്നും അല്ല സിറ്റുവേഷൻ. ഇതൊന്നും അല്ല സിറ്റുവേഷൻ, മനസ്സിലായോ? ഇതൊന്നും അല്ല സിറ്റുവേഷൻ. ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. ഇതാണ് സിറ്റുവേഷൻ. തന്തയില്ലായ്മ പറഞ്ഞാണ് നിന്നെയൊക്കെ എടുത്തത്, മനസ്സിലായല്ലോ? അതിന്റെ അപ്പുറത്തോട്ട് ഇത് അതുകൊണ്ട് ഇനി മറ്റേ അതിന് പോയി ഇതിന് പോയി എന്നൊന്നും നമ്മളോട് പറയണ്ട. ഇതാണ് സിറ്റുവേഷൻ. അറിയത്തില്ലേ, പഠിപ്പിച്ചു തന്നതാണ് സിറ്റുവേഷൻ. അത് ആ പയ്യനെ അറിഞ്ഞൂടെ? മറ്റേ ഒരു വർഷം 10 ഗ്യാങ് കയറി അവാർഡ് അവാർഡ് ഫംഗ്ഷൻ നടത്തണമെന്ന് പറഞ്ഞ നിന്റെ മുന്നേ ഫിഫാ പഠിച്ചിട്ടല്ല വന്നിരിക്കുന്നേ. എന്റെ കൈ നോത്തതിന്റെ പിറന്നിട്ടിരിക്കും, കണ്ണുപോലെ നിനക്ക് എന്റെ കൈ നോത്തതിന്റെ ചെവിക്കല്ലിരിക്കും. കേട്ടോളാ പട്ടി, കേട്ടോളാ പട്ടി. നീ നിന്റെ മറ്റേ പട്ടി ലീഡറുണ്ടല്ലോ, പട്ടി ലീഡർ മറ്റേ പട്ടിക്കുട്ടി കിടക്കുന്ന ലീഡർ കേട്ടോ, അവനെ പോയി വിളിച്ചാൽ മതി. പിന്നെ അഡ്മിനെ ഞാൻ പറയാൻ തുടങ്ങിയത്. പറയൂ, ടൈം കാരണം എന്താ ബ്രോ? കാരണം എന്താ? തോക്കൊന്നുമില്ലേ? 20 മിനിറ്റ് നമുക്ക് അടിക്കാൻ സൗകര്യമില്ല. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടിക്കണം. 12 ഞങ്ങൾ അടിക്കാൻ റെഡി. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നീ വലിച്ചൂരി പോയവനെ തിരിച്ചു കഴിഞ്ഞിട്ട് പയ്യ അടിച്ചു തരാം. തൂറിട്ട് നീയൊക്കെ വർത്താനം അങ്ങോട്ട് എടുത്താൽ മതി. അവസാനം ഒരു 16 മിനിറ്റ് കൊടുക്കാം. ഡിസ്കൗണ്ട് കൂടി കൂട്ടി 15 മിനിറ്റ്. എടാ മാക്കെ ഒരു 16 മിനിറ്റ്. 16 മിനിറ്റ്. 18 മിനിറ്റ് ചന്ദ്ര. 2 മിനിറ്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. 16 മിനിറ്റ് ലാസ്റ്റ് ഫിക്സ്. 18 മിനിറ്റ് ചന്ദ്ര. 19 മിനിറ്റ് 17:30. അത് മതി. 17:30. ഓക്കെ, 17:30. ഒരു സെക്കൻഡ്. 18 മിനിറ്റ് 17:30. ഒരു സെക്കൻഡ് ഒന്ന് അവസാനം ഇത് പറയണമാര്. ഇപ്പൊ തന്നെ 10 മിനിറ്റ് ആയി. അണ്ണ കേക്കുന്നില്ല, അണ്ണന്റെ വോയിസ് കേക്കുന്നില്ല. ആ ഒരു 17:30 മിനിറ്റ്. 17:30 മിനിറ്റ്. അത്രേ ഉള്ളൂ. 17:30 മിനിറ്റ്. നീ പോയി മോനെ അഡ്മിൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ഒരു 18 മിനിറ്റ് എന്നുള്ള സമയം. എനിക്ക് ഇത് വെറുതെ ഇതൊരു ശരി, നീ കരയണോണ്ട് നീ കണ്ടിട്ട് വെച്ചോ. നീ കരഞ്ഞോണ്ട് നീ വെച്ചോ. ടൈം 15 മിനിറ്റ് ആണ്. അല്ലല്ല ഇപ്പൊ തന്നെ 3 മിനിറ്റ് എടുത്തില്ലേ നിങ്ങള്? 15 മിനിറ്റ് ആണ്. ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞിട്ട് ബ്രോ. ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞെ. ഡിഫോൾട്ട് ടൈം 15 മിനിറ്റ് ആണ്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ കൺസേൺ ഉണ്ടായി. രണ്ടുപേരും ഒരുമിച്ച് സമ്മതിച്ചാൽ മാത്രമേ കൂടുതലുള്ള ടൈം അനുവദിക്കാൻ പറ്റത്തുള്ളൂ. അല്ല 17:30. നീ സമ്മതിച്ചിട്ട് പോയാ മതി. 17:30. നീ സമ്മതിച്ചിട്ട് പോയ 17:30. ഭയങ്കര ഒച്ച ഇങ്ങോട്ട്
ഷേക്ക് ഈ കോമാളിയെ സൂര്യ വെച്ചിട്ടാ മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്കാം ഒരു വർഷം അപ്പൊ എനിക്ക് 15 ലാഭം. അപ്പൊ നീ കൊടുത്തു. ബ്രോ അങ്ങോട്ട് പോയല്ലേ കുറെ പട്ടികൾക്ക് പേള വയ്ക്കാൻ കടിക്കും കേട്ടാ. ഇറച്ചിക്ക് നല്ല വില ഉണ്ടായിരുന്നു. കുറച്ചേരം പുഴുത്തടക്കായിരുന്നു. വാ രേ വാ വാ പോ വാ വാണേ വാണേ. എടാ ഇപ്പൊ 15 മിനിറ്റല്ലേ പറഞ്ഞേക്കണേ? 15 15 മിനിറ്റ് എന്ന് പറയുമ്പോ 3 മിനിറ്റ് ഇപ്പൊ തന്നെ മണ്ടന്മാരെടുത്ത്. അല്ല 11:56 എത്രയാണ്? 12:11 ആവുമ്പോ വാർഡ് വിളിക്കാൻ നോക്കാം. ഹെലിപിറ്റിംഗ് കണ്ടോ? ഹെലിപിറ്റിംഗ് ഞാൻ പറയാം ഇപ്പൊ തന്നെ കടിച്ചോളന്നല്ല. ഒന്ന് ഗ്യാങ് പോടാ, എനിക്ക് ലൈനപ്പ് അതൊക്കെ ഇടണോടാ. ഒന്ന് പോടാ പ്ലീസ് റാ. ഇവിടെ ഒരു വിലയില്ല. അമ്മ റോങ്ങായി ഇടിക്കുവോ ഞാൻ? മാക്കിന്റെ പൊട്ടത്തം കണ്ടോളാം. 17 പോയി സംസാരിക്കാൻ. ഇതൊക്കെ എന്ത് കാര്യമുണ്ട് അന്നേ ഞാൻ പറഞ്ഞാണ് നിന്റെ ഒന്നും ഒരാവശ്യമില്ല വെറുതെ. എനിക്കെന്തേ ഇനിയാണ് കളി. ലോഡായില്ലടാ എനിക്ക്. എനിക്ക് കണ്ണുപോലും കണ്ടോളൂ. ഒരു ഊഹത്തിലൊക്കെ അങ്ങ് പോണം. ആ പേടിക്കല്ലേ അളിയ. ഓക്കെ താങ്ക് യു. ഇല്ലടാ നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കുന്നോണ്ടാ. എടാ 12:11 വാർ വിളിച്ചില്ലെങ്കിൽ റിജക്ട് ആക്കി വിട്ടായിരുന്നു കേട്ടാ. എന്നെ ലൈനപ്പിടല്ലേ? ഞാൻ ലൈനപ്പ് ഇടാൻ വെളിയിൽ ലിസ്റ്റ് അവൈലബിൾ ലിസ്റ്റ് ഇട്ടോ. എനിക്ക് ഒട്ടും വയ്യ കേട്ടാ. ഞാൻ ഇറങ്ങുവാണേ. ഞാൻ വെളിയിലുണ്ടാവും. ഇതിൽ നിന്ന് ഇറങ്ങുവാ. എനിക്ക് ഒട്ടും വയ്യ. അവിടെ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു ബ്രോ. നിന്റെ വീട്ടില് കാണും. ഒന്ന് നോക്കി നോക്കോ കട്ടിനടിയിലൊക്കെ. ചിലപ്പോ ഒളിച്ചിരിക്കുന്നതായിരിക്കും ആള്. നോക്കിയോണേ. ഹലോ 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 12:11